കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ കുടുംബത്തെ സന്ദർശിച്ച് നിലമ്പൂർ എംഎൽഎ പി.വി. അൻവർ. കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയ അവസ്ഥയിലാണെന്നും സർക്കാർ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നും പി.വി. അൻവർ കുറ്റപ്പെടുത്തി. എൽദോയുടെ മരണം എന്ന് പറയുന്നത് എൽദോ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയോര മേഖലകളിൽ നിത്യേന എന്നോളം മനുഷ്യർ ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിന് വിധേയമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കുകുത്തിയായ ഒരു ഗവൺമെന്റാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മൃഗശല്യത്തിന്റെ ഭാഗമായി മരണപ്പെട്ടവർ നിയമസഭയിൽ വന്ന കണക്ക് ഏകദേശം 352 പേരാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ ഇവിടുത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 4600ഓളം ആളുകൾ ഈ വന്യമൃഗശല്യത്തിന്റെ പേരിൽ പാമ്പ് കടിയേറ്റ്, പന്നി കുത്തിയിട്ട്, പുലി ആക്രമിച്ചിട്ട്, ആന ചവിട്ടിക്കുന്നുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിന് സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ വളരെ ഇത് കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഹസനമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. ഈ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യര് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യതയുള്ള ഗവൺമെന്റ് വെറും നഷ്ടപരിഹാരത്തിൽ ഒതുക്കുകയാണ്. നിലമ്പൂരിലൊക്കെ ഉണ്ടായ ഒരു സംഭവം, ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ആന ചവിട്ടി ഒരു സഹോദരൻ മരിച്ചിട്ട് പോയ പൊതുപ്രവർത്തകരോട് DF ചോദിച്ചത് 10 ലക്ഷം കിട്ടൂല എന്നാണ്. ഈ നിലവാരത്തിലേക്ക് തരം താഴുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ജനങ്ങൾ ഇതിൽ ഇടപെട്ടു. ഇവിടുത്തെ പ്രാദേശിക MLA യും തൊട്ടടുത്ത MLA മാര്, പൊതുപ്രവർത്തകരെല്ലാം ഇവിടെ വാഹനം റോഡ് തടഞ്ഞു. അതിന് പ്രശ്നപരിഹാരം എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടർ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ ഏറ്റിരുന്നു. അത് അടിയന്തരമായിട്ട് ഇതിന് ഫെൻസിങ് ചെയ്യും, 24 മണിക്കൂറിനുള്ളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കും, ട്രഞ്ചിങ് ചെയ്യാൻ കഴിയുന്ന ഭാഗത്ത് ട്രഞ്ചിങ് ചെയ്യും, മരണപ്പെട്ട വ്യക്തിക്കുള്ള നഷ്ടപരിഹാരം കയ്യോടെ നൽകുമെന്നാണ് പറഞ്ഞത്. ഇതിലാകെ നടന്നിരിക്കുന്നത് നഷ്ടപരിഹാരത്തിന്റെ പകുതി പണത്തിനുള്ള ചെക്ക് കൊടുത്തിട്ടുണ്ട്. ആ ചെക്ക് ട്രഷറിയിൽ ചെല്ലുമ്പോൾ എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സർക്കാരിന് ഈ 2 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റ് അതുപോലും ചെയ്യാൻ ഈ നിമിഷം വരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല.